ഹലോ ഗൈസ്, KLP ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാഡോടുള്ള പുതിയ ബീറ്റ ടെസ്റ്റ് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ബീറ്റ ടെസ്റ്റ് കിട്ടാത്തവർക്ക്. അതിൻ്റെ വീഡിയോ ലിങ്കും കൂടെ ഞാൻ ഇതിൽ പിന്നെ വെച്ചിരിക്കാം. അപ്പം കിട്ടാത്തവർ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് നേരെ പുതിയ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗെയിമിലിപ്പോൾ ഇഷ്ടം പോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് ഒക്കെ ആയിരുന്നു. ഇവിടെയും ബിൽഡിംഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇതിൽ തന്നെ ഇഷ്ടം പോലെ ബിൽഡിങ്ങുകൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. മുമ്പൊക്കെ ഓപ്പൺ ആവാത്ത ഇഷ്ടം പോലെ ബിൽഡിങ്ങുകളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കുറേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്ക് നോക്കാൻ പോകുന്നത് ഇതിൽ വന്നിരിക്കുന്ന ഡ്രോണിൻ്റെ സംഭവമാണ്. ഡ്രോണിൻ്റെ കുറച്ച് മെക്കാനിസം കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് നോക്കി കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പം ഫുള്ള് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇത് നൈസായിട്ടുണ്ട് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഇതാവുന്നുണ്ട്, എന്നാലും ബീറ്റ ടെസ്റ്റല്ലേ, പിന്നീട് അവർ ശരിയാക്കുമോ തോന്നും. ഒറ്റ കാര്യമാണ്, പറയാൻ പറ്റില്ല. ഇതുവരെയായിട്ട് മൈക്ക് ബഗ് പോലും ഫിക്സ് ചെയ്തിട്ടില്ല അവർ. അങ്ങനെ എന്തായാലും ഡ്രോൺ ഷോട്ട് വിഷയമായിരിക്കും. ഇനി നമുക്ക് ഫൈറ്റൊക്കെ നടക്കുമ്പോൾ നമുക്ക് ദൂരം തന്നെ നമുക്ക് ഡ്രോൺ ഷോ എടുക്കാം. ഏകദേശം ഒരു 100 മീറ്ററോളമേ പോകുമെന്നാണ് തോന്നുന്നത്. ഒരുപാട് ദൂരമൊന്നും പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഈ സേഫ് സോണിൻ്റെ ഏരിയയിലൊക്കെ ഒന്ന് കറക്കി നോക്കിയാൽ എന്തായാലും സംഭവം നൈസായിട്ടുണ്ട്. ഈ സംഭവം അങ്ങനെ കുറേ ഡ്രോൺ വീഡിയോകളും എന്തായാലും നൈസായിട്ട് ഇതിൽ ഈ കണ്ടൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന പയ്യന്മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടല്ലോ ഒന്ന് റീഫ്രഷ് ആയിരുന്നു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചില ടൈം റീഫ്രഷ് ആവാറുണ്ട്. കണ്ടിൻ്റെ DC കൊണ്ടായിരിക്കും. എന്തായാലും സാധനം നൈസായിട്ടുണ്ട്. അതിന് എന്തൊക്കെയാണ് ഉള്ള വെറൈറ്റി ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഇത് നൈറ്റ് മോഡ് ആക്കാൻ പറ്റും. നൈറ്റ് മോഡ് അങ്ങനെ നമ്മളെ ക്ലൈമറ്റ് നമുക്ക് ഇഷ്ടമനുസരിച്ച് ചേഞ്ച് ചെയ്യാം. അതാണ് ഏറ്റവും നൈസായിട്ടുള്ള സാധനം. നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രോൺ ഷോട്ട് എടുക്കുമ്പോഴൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് നൈസൊരു സംഭവമാണ്. അതിൽ വേറെയും കുറേ മോഡുകളൊക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ ഡ്രോൺ ഷോട്ട് ഞാനും ഫുള്ളായി പഠിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പം ഇതിൽ നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഹൈഡാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഫസ്റ്റ് കാണുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡാവും. ഇതുപോലെ ഫുള്ള് ഹൈഡായിരിക്കും. ഒന്നും നമുക്ക് മാപ്പോ കാര്യങ്ങളോ ഒന്നും കാണിക്കില്ല. നല്ല ക്ലിയർ കട്ടായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ GTA ഹൈവിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. നൈസല്ലേ ഗൈസ്. ഇതിൽ പിന്നെ എനിക്കൊരു കാര്യം പറയട്ടെ, ഞാൻ മറ്റേ സെറ്റിങ്സും കാര്യങ്ങളൊന്നും കറക്റ്റ് ആക്കിയിട്ടില്ല. അതിൽ ചെയ്താൽ ഇതിനും നല്ല രീതിയിൽ പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് സാധനം ഡ്രോൺ ഷൂട്ട് നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും. കുറേ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ക്യാരക്ടർ മൂവ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടർ മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ ക്യാമറ എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു അതുവരെ പറ്റുള്ളൂ. നമ്മൾ ഡ്രോണ് എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു ആ ഏരിയ വരെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡ്രോണ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നമ്മൾ ഓടി ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഫുട്ടേജ് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നമ്മൾ സിനിമാറ്റിക് രീതിയിൽ നമ്മളെ ക്യാരക്ടർ വെച്ച് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ എടുക്കണമെങ്കിൽ നമ്മളെ ഫ്രണ്ട്സുകളെ ഹെൽപ്പ് എന്തായാലും നമുക്ക് വേണ്ടി വരും. എന്തായാലും നൈസ് സാധനമാണ് ഗൈസ്. ഒരുപാട് കുറേ വ്യത്യാസങ്ങളൊക്കെ ഡ്രോണിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. മനസ്സിലായി, അതൊക്കെ ഒന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മാഡോട്ട് തന്നെ ഒരു സിനിമാറ്റിക് സാധനം സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനു മുമ്പ് നമ്മൾ ഹാക്കും കാര്യങ്ങളൊക്കെ ചേർന്ന് നമ്മൾ മൂവിയൊക്കെ ഷൂട്ട് ചെയ്താൽ മാഡോട്ട് നമ്മൾ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് ലിങ്ക് കൂടെ ഞാൻ കൊടുത്തിരിക്കുക. ഇതിന് മുമ്പ് നമ്മൾ നല്ല എഫേർട്ട് എടുത്താണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കില്ലാടി എന്ന് പറയുന്ന ഒരു പയ്യൻ നമുക്ക് വേണ്ടി ചെയ്തൊരു മൂവിയാണ് അത്. നമ്മളതിൽ ഹാക്കും അങ്ങനെ കുറേ പ്ലേയേഴ്സിനെയൊക്കെ വെച്ച് കഷ്ടപ്പെട്ടെടുത്തതാണ്. അപ്പം ഈ ഡ്രോൺ കാണുന്നതിന് മുമ്പേ നമ്മൾ വെറൈറ്റി രീതിയിൽ ഒരുപാട് സംഭവം കഷ്ടപ്പെട്ട് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ ലിങ്ക് നമ്മൾ കൊടുത്തിരിക്കുക. വീഡിയോ എല്ലാം നമ്മളെ മൂവി സെക്കൻഡ് പാർട്ട് നമ്മൾ എടുക്കാൻ നോക്കി, അത് നടന്നില്ല. കുറേ പ്രശ്നങ്ങളൊക്കെ ആയി. 1 വർഷത്തോളം നമ്മൾ കഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എന്തായാലും അത് നമ്മളിതിൻ്റെ ഇടയിൽ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെ വെതർ ചേഞ്ച് ചെയ്യുന്ന ഇങ്ങനെയാണ്. രണ്ടാമതൊരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇഷ്ടമുള്ള വെതർ സെറ്റ് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിലൊരു മീഡിയം റേഞ്ച് വെതറൊക്കെ വിഷയമാണ്. ഞാൻ അവസാനം ഇടുന്ന ഈ വെതർ വിഷയമാണ്. എനിക്ക് ഈ വെതറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങളെ ഐഡിയയും നിങ്ങളെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് വെതർ ചേഞ്ച് ചെയ്യാം. പിന്നെ ഇതുപോലെ നമുക്ക് സെറ്റിങ്സ് ഇതാണ് കൈസ്. ഇതിൽ നിങ്ങളെ അനുസരിച്ച് നിങ്ങളെ ഏത് രീതിയിലാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ താല്പര്യം എന്ന് വെച്ച് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോൺ ഷോട്ടൊക്കെ നമുക്ക് കിടുക്കാഴ്ചയായിട്ട് നമ്മൾ ഇതിലെടുക്കാൻ പറ്റും. GTA ഹൈവിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സാധനം സീനായിട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഇത്ര കാലം വന്നതിലും മാഡോട്ടിൽ വന്ന അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സാണ്. എന്തായാലും ഗെയിമിലെ മൈക്ക് ബഗും കാര്യങ്ങളൊക്കെ ഫിക്സ് ആയിരുന്നെങ്കിൽ ഓക്കെയാണ്. ഞാൻ ഈ ഗെയിം അധികം കളിക്കാറില്ല. പിന്നെ അപ്ഡേഷൻ വന്നുകൊണ്ട് നമ്മളെ ചാനൽ ഇപ്പം ഡെഡായ അവസ്ഥയാണ്. 2K അവർ ആയതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടതാണ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാനൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക.
2K ലോഡിങ് ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ അവസാനമായിട്ട് ഒരു സംഭവം കാണിച്ചു തരാം. ഇതാണ് നമ്മളെ തമ്പനിയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. നമ്മളെ മേഡോട്ടിൽ തന്നെ ഇപ്പം വന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ മുതലാളിയുടെ പേര് നമുക്ക് എഴുതി കാണിക്കും. അത് നമുക്ക് വെച്ചിട്ട് നമുക്ക് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഷയം സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം. നമുക്ക് എവിടെയാണ് നിൽക്കുന്നത് അവിടെ വന്ന് നമുക്ക് ബിൽഡിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്താൽ മാഞ്ഞു പിന്നെ സൈഡിൽ ഇടാം. ഏത് സൈഡിൽ വേണമെങ്കിൽ കൊണ്ടിടാം. സംഭവം സെറ്റാണ്. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഡ്രോൺ ഷോട്ടിന് ഇത്രയാണ്. അപ്പം ബാക്കി കുറേ എമൗണ്ട് പിന്നെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഉറപ്പായിട്ട് ഞാൻ അതൊരു വീഡിയോ ഇടാം. ഇപ്പം വീഡിയോയുടെ മെയിൻ ടൈം കിട്ടുന്നില്ല, അതാണ് മെയിനായിട്ടും കാര്യം ഗൈസ്. മുമ്പൊക്കെ ആണെങ്കിൽ വല്ലപ്പോഴേക്ക് ജോലിക്കായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, സ്ഥിരം വരുന്നതുകൊണ്ട് ജോലി വേണം. അപ്പോൾ അത് കളയാനും പറ്റില്ല. അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല രീതിയിൽ കുറഞ്ഞത്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് ഇതിന് ടൈം എടുത്ത് നമ്മൾ ചെയ്തിരിക്കും. ഇത് തന്നെ ഞാൻ അത്യാവശ്യം ടൈം എടുത്താണ് ചെയ്തത്. എൻ്റെ ഉള്ള ടൈം കൊണ്ട് ഞാൻ ചെയ്തതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.